RSSും അവരുടെ മുഖവാരികയും തയ്യാറാക്കിയ തിരക്കഥ നടപ്പാക്കുകയാണ് മോദി സർക്കാർ. ജന്തർ മന്തർ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയ വിജയവും മോദി സർക്കാരിന്റെ പരാജയവും ഏറ്റവും അധികം അലട്ടുന്നത് RSSനെയാണ്. പ്രധാനമന്ത്രിയാണ് രാജിവെക്കേണ്ടതെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് രാജ്യത്തെ യുവത്വം മാറുന്നതും RSS തിരിച്ചറിഞ്ഞു. അതോടെ പ്രധാനെ കൈയൊഴിയേണ്ടി വന്നു. ജന്തർ മന്തറിലെ വിദ്യാർത്ഥി സമരത്തിന്റെ ഐതിഹാസിക രാഷ്ട്രീയ വിജയത്തിന് പിന്നാലെ SFIയെ RSS മുഖവാരിക കടന്നാക്രമിച്ചതിൻ്റെയും അധിക്ഷേപിച്ചതിൻ്റെയും പൊരുൾ ഇന്ന് വ്യക്തമായി. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് CPIM ആസ്ഥാനമായ AKG ഭവനിലെത്തി. പഴയൊരു വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരും പറഞ്ഞുള്ള പ്രതികാര നീക്കം. പക്ഷേ അത് പൊളിഞ്ഞു. നീക്കം പൊളിച്ചു എന്ന് പറയുന്നതാവും ശരി. ദില്ലി പോലീസിന്റെ നീക്കമറിഞ്ഞ് അവിടേക്കെത്തിയ ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ മോദിയുടെ പോലീസിന് മടങ്ങേണ്ടി വന്നു. എന്തുകൊണ്ട് ഐഷി ഘോഷിനെ മോദി ഭരണകൂടം ലക്ഷ്യം വെക്കുന്നു? ജന്തർ മന്തർ സമരത്തിന്റെ അനിഷേധ്യ നേതാവും വിജയശില്പികളിൽ ഒരാളുമാണ് SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്. സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ വിഖ്യാത എഴുത്തുകാരി അരുന്ധതി റോയ്ക്കൊപ്പം ദേശവിരുദ്ധ ചാപ്പ RSS ചാർത്തിയ ആളാണ് ജോൺ ബ്രിട്ടാസ് MP. മഴയത്തും വെയിലത്തും സമരപോരാളികൾക്ക് ദില്ലി പോലീസിൽ നിന്നും സംരക്ഷണത്തിന്റെ രാഷ്ട്രീയ കവചം തീർത്തതിന്റെ പേരിലായിരുന്നു അത്. ദില്ലി പോലീസിന്റെ ഉമ്മാക്കി കാട്ടിയുള്ള പുതിയ വിരട്ടൽ അതേ ബ്രിട്ടാസിന്റെ മുന്നിൽ ഇന്നും തകർന്നു വീണു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, M ശിവപ്രസാദ് SFI സംസ്ഥാന പ്രസിഡന്റ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ സുപ്രീം കോടതി അഭിഭാഷകൻ, ഐഷി ഘോഷിൻ്റെയും ഈ കേസിലെ അടക്കം അഭിഭാഷകനാണ് സുഭാഷ്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി. നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ അല്പനേരം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ദില്ലിയിൽ നല്ല തിരക്കുകൾക്കിടയിലാണ് കൈരളി ന്യൂസിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം മറ്റ് അതിഥികളിലേക്കും വരാം. നിങ്ങൾക്കും അത് കൂടുതൽ സഹായകരമാവും. ഇന്ന് ദില്ലിയിൽ സംഭവിച്ചത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ഇന്ന് അവിടെ ഉണ്ടായ ഈ നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷിയായ ആളാണ്. വളരെ വലിയ രാഷ്ട്രീയ വിമർശനവും പ്രതിഷേധവും ഒക്കെയാണ് അവിടെ ദില്ലി പോലീസിന് നേരിടേണ്ടി വന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ. ആദ്യം അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. ശ്രീ ബ്രിട്ടാസ്, ഇപ്പോൾ ഇന്ന് ഈ ദില്ലിയിൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിലൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇതറിഞ്ഞ് ആദ്യമെത്തിയ ആളാണ് താങ്കൾ. പാർലമെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു പാർലമെൻറ്റിൽ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്ന് ദില്ലി പോലീസിൽ നിന്ന് വന്നവരോട് താങ്കൾ പറയുന്നതും കേൾക്കുകയുണ്ടായി. ഇത് ദില്ലി പോലീസിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധ നീക്കമാണ് എന്ന വിമർശനമാണല്ലോ ഉന്നയിച്ചത്. എന്തുകൊണ്ട്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നടപടിയും ഒരു ജനാധിപത്യ രാജ്യത്തിന് അപമാനകരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ജന്തർ മന്തറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, അവരുടെ സമരത്തെ, അവരുടെ പാർലമെന്റ് മാർച്ചിനെ നേരിട്ട ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നടപടി ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏത് രൂപത്തിലാണ് ആ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ചില്ലി ബോംബ് ഉൾപ്പെടെ. ഇന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഒരു വിക്ടിം, ഒരു എര ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരുടെ പരിക്കിന്റെ കാരണം ഗൺ ഷോട്ട് അതാ പറഞ്ഞത്. അതിലേക്ക് പോകുന്നില്ല. ഐഷി ഘോഷ് എന്ന് പറയുന്നത് ജന്തർ മന്തറിലെ പ്രക്ഷോഭത്തിന്റെ ഒരു മുഖങ്ങളിലൊന്നായിരുന്നു. മാത്രമല്ല JNUവിന്റെ മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റാണ്. ഡൽഹിയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസിന്റെ ഒരു സംഘം ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള CPMന്റെ കേന്ദ്ര ഓഫീസിലേക്ക് ഇരച്ചെത്തി, ഉള്ളിലേക്ക് ഇരച്ച് കയറി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. മാത്രമല്ല, ഞാൻ ഈ വിവരം കേട്ടിട്ട് ഓടിയെത്തുകയത് ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പാർലമെന്റിലെ അനക്സിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിവരം എനിക്ക് കിട്ടുന്നത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് വന്നിരിക്കുന്നു എന്നുള്ളൂ. ഞാനവിടെ എത്തിയപ്പോൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ, 3-5 ആൾക്കാരേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഐഷിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി ഒരു യോഗത്തിന് വേണ്ടി പുറത്തു പോയിരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പല ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തക്കം നോക്കി ഐഷി ഘോഷിനെ കൊണ്ടുപോകാനായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഞാനെത്തി അവരോട് ചോദിച്ചു എന്താ കാരണം. അപ്പോൾ അവർ പറയുന്നത് 2021 ഒരു കേസിന്റെ കാര്യമാണ്. 2021 ബംഗ്ലാ ഭവനിൽ എന്തോ ധർണ നടത്തിയ ഒരു കേസാണ്. അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. മാത്രമല്ല, കോടതിയിലുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ അവർ പോകും. 30-ാം തീയതി കേസുമുണ്ട്.
അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇത്ര ധൃതി? 2, നിങ്ങൾ യൂണിഫോം പോലും ഇട്ടിട്ടില്ല. യൂണിഫോം പോലും ഇടാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് എത്തിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ചോദ്യത്തിന് മുമ്പിൽ അവർ വല്ലാതെ പാതറി. ഞാൻ പറഞ്ഞു, മുമ്പ് നിങ്ങൾ നിരത്തിൽ തെരുവിൽ നിങ്ങൾ നെയിം പ്ലേറ്റ് ഇടാതെ, നിങ്ങൾ യൂണിഫോം ഇടാതെ കുട്ടികളെ മർദ്ദിച്ചതിൻ്റെ മറ്റൊരു ചാപ്റ്ററാണ്. അത് ഞാൻ വിടാൻ പോകുന്നില്ല, പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ അമ്പരന്നു. ഇവർ കൂടെ വന്ന ഓഫീസർമാരെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് വെർച്വലി പലായനം ചെയ്തു. മാത്രമല്ല, അവർ വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ, ശരത്ത് പറഞ്ഞ പോലെ, ഒരു സ്വകാര്യ വാഹനത്തിലാണ്. എനിക്ക് ഡൽഹി പോലീസിനെ എത്രയോ കാലമായിട്ട് അറിയാം. ഇത്രയധികം വിഭവ സമ്പത്തുള്ള ആധുനിക സങ്കേതങ്ങളുള്ള ഒരു പോലീസില്ല. ഡൽഹിയുടെ നിരത്തിൽ ഏത് നിമിഷം നോക്കിയാലും ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഖത്തെ, ഒരു വ്യക്തിത്വത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സ്വകാര്യ വാഹനത്തിൽ വരേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണോ അതെയോ ഒരു പോലീസ് രാജ്യമുള്ള മാർഷൽ ലോ പ്രഖ്യാപിച്ച രാജ്യമാണോ എന്നുള്ള ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. ഞാൻ ബ്രിട്ടാസ് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വളരെ വേഗം ഈ ചർച്ചയിൽ നിന്ന് താങ്കൾ പോകുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിനു മുമ്പ് സുഭാഷ് ചന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ഐഷി ഘോഷിൻ്റെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞ ഒരു കാര്യം, 2021 മമതാ ബാനർജിക്കെതിരെ ബംഗ്ലാ ഹൗസിലേക്ക് നടത്തിയിട്ടുള്ള, ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയിട്ടുള്ളൊരു മാർച്ച്, ഒരു വിദ്യാർത്ഥി സമരം, അതിൻ്റെ ആ കേസും പൊക്കിയെടുത്താണ് ഇപ്പോൾ വന്ന പോലീസുകാർ അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമല്ല, അതുപോലെ തന്നെ സ്വകാര്യ വാഹനത്തിലാണ് വന്നത്. അത് ജന്തർ മന്തർ സമരവുമായി ബന്ധപ്പെട്ട് അജ്ഞാതരായ നിലയ്ക്ക് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിച്ച, ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമിച്ച ആളുകൾ എന്ന വളരെ ഗുരുതരമായ വിമർശനവും പ്രശ്നവും നിൽക്കുന്നു. സുപ്രീം കോടതി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഐഷി ഘോഷിനെ പോലൊരു നേതാവ്, എന്നാൽ ഈ കേസിൻ്റെ, ഇപ്പോൾ ജന്തർ മന്തർ സമരത്തിൻ്റെ പേരിൽ ഒരു കേസും എടുക്കില്ല, അല്ലെങ്കിൽ കേസുകൾ പിൻവലിക്കുമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. പകരം പുതിയ വിദ്യകൾ തേടുകയാണോ? ഈ നേതാക്കളെ പിടികൂടാൻ കേസുകൾ തപ്പിയെടുക്കുന്നു, അവരെ വലിയ തോതിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലാണോ ഇന്നവിടെ നടന്നത്? ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ അവിടെയുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് സുഭാഷ് ചന്ദ്രന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടി ഒന്ന്. ശരത്ത്, ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഐഷി ഘോഷിനെ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോലെ ഇവിടെ വന്ന് AKG ഭവനിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഐഷിക്കെതിരെ 2021 ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്നുകൂടി നമ്മൾ നോക്കണം. ഐഷി ഇനി അഥവാ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ തന്നെ എത്ര കാലം ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ്? ഒന്ന് IPC സെക്ഷൻ 188 ഡിസൊബയൻസ്. ആ കുറ്റം തെളിയിക്കപ്പെട്ടാൽ പോലും ഐഷി ഘോഷിന് പരമാവധി കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം തടവും 200 രൂപ ഫൈനുമാണ്. 1 മാസം തടവും 200 രൂപ ഫൈനും കിട്ടുന്ന ഒരു വകുപ്പ്. 447 സെക്ഷൻ 447 എന്ന് പറയുന്ന ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറയുന്ന ബംഗ്ലാ ഭവനിലേക്ക് ഈ പറയുന്ന അവരുടെ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കേസ്. അതിനകത്ത് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 3 മാസം അല്ലെങ്കിൽ 500 രൂപ ഫൈന്. ഈ 2 ശിക്ഷകൾ, ഈ 2 കുറ്റങ്ങളാണ് ഐഷിയോടൊപ്പമുള്ള മറ്റു കൂട്ടുപ്രതികൾക്കുമെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇത് ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. പിന്നെ ഐഷിക്ക് എന്തുകൊണ്ട് നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു വാറണ്ട് വന്നു എന്ന് പറയുന്നത്, കഴിഞ്ഞതിന് മുൻപത്തെ കോടതി അവധിക്ക് വെച്ച ദിവസം, അന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു അവധി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. ആ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഐഷി അറിയുന്നില്ല. കാരണം അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ദിവസം അവധിയായിരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഐഷി അറിയുന്നില്ല. ഐഷിക്ക് വേണ്ടി ഹാജരായിരുന്ന, നേരത്തെ അതിനകത്ത് പ്രാദേശികമായി ഹാജരായിരുന്ന അഭിഭാഷകർ അക്കാര്യം അറിയിക്കുന്നതിൽ ചില വീഴ്ചകൾ വരുന്നു. അങ്ങനെ ഐഷിയുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആ ദിവസം ഹാജരാൻ വേണ്ടി സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ പോലീസ് അതിനകത്ത്, അന്ന് NBW വരുന്ന സമയത്ത് പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ തവണത്തെ പ്രൊസീഡിങ്സ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ടെലിഫോൺ മുഖേന NBW അറിയിച്ചു എന്നുള്ളതാണ്. ഏത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്താണ് ഒരു NBW എക്സിക്യൂട്ട് ചെയ്യാൻ പോലീസിന് ടെലിഫോൺ മുഖേന സാധിക്കുക? നിങ്ങൾക്കൊരു വാറണ്ട് ഉണ്ടെങ്കിൽ ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആ പ്രതിയുടെ വീട്ടിൽ ചെന്ന്, താമസ സ്ഥലത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് ആ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സമൻസ് നിങ്ങൾക്ക് ടെലിഫോണിലൂടെ, പുതിയ കാലഘട്ടത്തിൽ ടെലിഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നേരിട്ട് പോയാണ്. പക്ഷേ ഡൽഹി പോലീസ് വളരെ വിചിത്രമായി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഞങ്ങൾ ഫോണിലൂടെ ഈ NBW എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ വളരെ വളരെ മൈനറായിട്ടുള്ള ഒഫൻസിൻ്റെ പേരിലുള്ള ഒരു നടപടിക്രമം, അത് തന്നെ ഐഷിയെ ഇന്ന് രാവിലെ വിളിക്കുന്ന സമയത്ത് തന്നെ ഐഷി പറയുന്നുണ്ട്, ഞാൻ നാളെ നോൺ ബെയിലബിൾ
വാറണ്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി, അത് റീകോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഡൽഹി പോലീസിനെ അറിയിച്ചതാണ്. എന്നിട്ട് കൂടി ഇന്ന് വൈകുന്നേരം വരുന്നത് അതിന്റെ അവിടെയാണ് സുഭാഷ് ചന്ദ്രൻ ഇന്ന് അവിടെ അരങ്ങേറിയ സീൻ ആകെ പരിശോധിച്ചാൽ അങ്ങേയറ്റം ദുരൂഹമാണ്, സസ്പീഷ്യസ് ആണ് കാര്യങ്ങൾ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ താങ്കളെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഐഷി ഘോഷ് തന്നെ ഫയൽ ചെയ്ത ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ സമരസ്ഥലം സന്ദർശിക്കുന്ന സമയത്ത്, ജന്തർ മന്ദിർ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ, അവിടെ സന്ദർശകരിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പിന്നെ ഈ നിയമപരമല്ലാത്ത രീതിയിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നതും ഫോട്ടോഗ്രാഫി ചെയ്യുന്നതും, ഉറങ്ങുന്ന പെൺകുട്ടികളുടെയും അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുന്ന പെൺകുട്ടികളുടെയും മഴയത്ത് നനഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെയും ഒക്കെ പിന്നെ വീഡിയോഗ്രാഫി ചെയ്യുന്ന പോലീസുകാർ സ്വകാര്യ ക്യാമറയിൽ ഉൾപ്പെടെ അവരുടെ മൊബൈൽ ഫോണിൽ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായി ഐഷിയോട് സംസാരിച്ച് ഐഷിയുടെ പേരിൽ ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെയും ഞങ്ങൾ അതിനകത്ത് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് പ്രൈവസിയുടെ ലംഘനമാണ്. ഒരു സമരസ്ഥലത്ത് എങ്ങനെ ഡൽഹി പോലീസ് ഈ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് കടന്നു വരുന്നു, അത് പിന്നെ സ്വകാര്യതയുടെ ലംഘനമാണ്. ഇത്തരത്തിലുള്ള ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്, ചിത്രങ്ങൾ ശേഖരിക്കുന്നത്, അത് പിന്നീട് ഇവരെ വേട്ടയാടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി അത് കേൾക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ച സോളിസിറ്റർ ജനറൽ കേസിനകത്ത് ഹാജരാകുന്നു, അഡീഷണൽ സോളിസിറ്റർ ആ കേസിനകത്ത് ഹാജരാകുന്നു. അവർ പറയുന്നത് ഈ സമരം തീർന്നു, അതുകൊണ്ട് ഈ കേസിന് നിലനിൽക്കുകയില്ല. അപ്പോൾ കോടതിയും പറഞ്ഞു, നിങ്ങൾ ഈ സമരം തീർന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഞങ്ങൾ കോടതിയോട് പറഞ്ഞത് ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഡാറ്റയുടെ പ്രശ്നമാണ്, ഡാറ്റ പ്രൈവസിയുടെ പ്രശ്നമാണ്. സ്വാഭാവികമായും ഈ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ചിത്രങ്ങളും അവരുടെ വീഡിയോകളും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ഡൽഹി പോലീസ് അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, അത് നശിപ്പിക്കാൻ തയ്യാറാണ് എന്ന് കോടതി മുമ്പാകെ ഒരു സത്യവാങ്മൂലം നൽകുകയാണെങ്കിൽ ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് പറയുകയും വളരെ അതിശക്തമായ രീതിയിൽ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് പോലും അത് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1:30 കോടതിയിൽ നിലപാടെടുത്തതിന് ശേഷമാണ് ഏതാണ്ട് ഒരു 3:30-4 മണിയോടുകൂടി ഐഷിയെ വേട്ടയാടാൻ വേണ്ടി ഡൽഹി പോലീസ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം, ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് എ റഹീമിന്റെ, ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ സഹപ്രവർത്തകൻ കൂടിയായ കേരളത്തിൽ നിന്നുള്ള MP എ റഹീമിന്റെ പേരിൽ മറ്റൊരു ഹർജി ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫേസ് റെക്കഗ്നീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഡൽഹി പോലീസ് പോകുന്ന സമയത്ത് അതിനെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളെ പേഴ്സണലി വേട്ടയാടാൻ വേണ്ടി, അവരെ വ്യക്തിപരമായി വേട്ടയാടിക്കൊണ്ട്, രാഷ്ട്രീയമായി വേട്ടയാടിക്കൊണ്ട്, വളരെ മൈനറായ ഒഫൻസിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളെ പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി സുഭാഷ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദില്ലി പോലീസിന്റെ ഉറക്കം കെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു ഹർജി ഐഷി ഘോഷ് തന്നെ ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ആ ഹർജിയിലെ ഹർജിക്കാരിയാണ് ഇന്ന് ഉച്ചയ്ക്കടക്കം ആ കേസ് പിൻവലിക്കാനില്ല, ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടി സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ന്യായം പറഞ്ഞ്, ഒരു മുടന്തൻ ന്യായവും പറഞ്ഞൊരു സമൻസും പിടിച്ച്, അല്ലെങ്കിൽ ഒരു നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വാറണ്ടുമായി വരുന്ന നിലയുണ്ടായത്. ബ്രിട്ടാസ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ പ്രതിഷേധക്കാർക്ക് നേരെ അതിരുവിട്ട, മര്യാദകെട്ട, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കടുത്ത ലംഘനങ്ങൾ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ദില്ലി പോലീസിനോടടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിലേക്കുള്ള നീക്കം വരുന്നത്. ജന്തർ മന്ദർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്ത ഉറപ്പുണ്ട്, സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കാം, ആ FIRകളൊക്കെ അവിടെ നിൽക്കുന്നു. CJP അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ഇതിനർത്ഥം ഇന്നത്തെ ഐഷിക്ക് നേരെയുണ്ടായ ദില്ലി പോലീസിൻ്റെ നീക്കം വെളിപ്പെടുത്തുന്ന ഒരു ശരിയായ കാര്യം, ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ നൽകിയ ഉറപ്പുകൾ സർക്കാർ തന്നെ ലംഘിക്കുന്നു എന്നതിലേക്കാണോ പോകുന്നത് ദില്ലിയിൽ കാര്യങ്ങൾ? ഒരു പകപോക്കലാണ്. അതായത് ഇവർ പ്രക്ഷോഭകർക്ക് നൽകിയിട്ടുള്ളൊരു ഉറപ്പുണ്ട്, ജന്തർ മന്ദിറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആരെ അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതേസമയം അറസ്റ്റ് ചെയ്യുകയും വേണം. അതായത് ഈ സമരത്തെ നയിച്ചവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള സന്ദേശം രാജ്യത്തിലെ എല്ലാവർക്കും നൽകണം, യുവാക്കൾക്ക് നൽകണം. ഇനി നാളെ ആരും ഇത്തരമൊരു സമരം നയിക്കാൻ വേണ്ടി മുമ്പോട്ട് വരരുത്, അതിനുവേണ്ടി ഒരു സന്ദേശം നൽകണം എന്നതുകൊണ്ട് ആണ് അവരൊരു പഴയ കേസ് പൊടുതിട്ടിയെടുത്തത്. നോക്കുക, എന്ത് വെഞ്ചൻസോടെയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഐഷി ഘോഷിനെ അവർ നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്.
ഒരു യുക്തമായ സ്ഥലത്ത് വെച്ച് യുക്തമായ സമയത്ത് പിടികൂടി തിഹാർ ജയിലിൽ. ഇപ്പോൾ ഇവർ വന്ന സമയം എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി പിന്നെ ഐഷി ഘോഷിനോ ഞങ്ങൾക്ക് ആർക്കും കോടതിയെ സമീപിക്കാൻ പറ്റുന്ന സമയമായിരിക്കില്ല, കോടതിയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം തീഹാറിൽ കൊണ്ട് അടയ്ക്കണം, അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കണം. ഇന്ന് അവിടെ ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് ആരെങ്കിലും മജിസ്ട്രേറ്റിന് എടുത്ത് പോയി അവരുടെ ഈ പറഞ്ഞ ജഡ്ജിയുടെ അടുത്ത് പോയിട്ട് ഇവരെ റിമാൻഡ് ചെയ്യിപ്പിക്കണം. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്ത് നിയമവിരുദ്ധമായിട്ടാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളത് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല, ഈ ആഭ്യന്തര വകുപ്പ് തുടക്കം മുതൽ തന്നെ ഈ സമരത്തോട് അവലംബിച്ച ഒരു സമീപനമുണ്ട്. ആ സമീപനം മറ്റൊരു തലത്തിലേക്ക് അവർ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ കടന്നു കയറി ഒരു പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ മുതിർന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല ശരത്ത്, ഇത്രത്തോളം അവഹേളിതരായ ഒരു പോലീസ് അംഗങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. നോക്കുക, യൂണിഫോം എവിടെ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പതറി അവർ ഇവിടുന്ന് പലായനം ചെയ്തു, ഓടി ഒളിച്ചു. ഒരു തലസ്ഥാന നഗരിയെ കാക്കേണ്ട ഒരു ഡൽഹി പോലീസിന് ഇതുപോലുള്ള ഒരു അവഹേളനവും അപമാനവും ഏൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവരെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കേണ്ട എന്ത് കാര്യമാണ് അമിത്ഷായ്ക്കുള്ളത്? ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. റൈറ്റ്, നിശ്ചയമായും നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പും ഇന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷവും ശ്രീബിട്ടാസ്, കൈരളി ന്യൂസ് അവിടെ ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിലെ എനിക്ക് തോന്നുന്നു ആ ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ ഏറ്റവും അധികം, കാരണം ദേശീയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ദൃശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗൗരവത്തെ ഏറ്റവും അധികം ജനങ്ങളിലേക്ക് എത്തിച്ചൊരു മാധ്യമം എന്ന നിലയിൽ ഈ ചർച്ചയ്ക്ക് മുമ്പിലും നമ്മളത് കാട്ടിയിരുന്നു. താങ്കളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ല, വളരെ എല്ലാവരും അമ്പരക്കുന്ന വിധത്തിലേക്കാണ്. മഴയായത് കാരണം യൂണിഫോം ഇട്ടിട്ടില്ല എന്ന് പറയുന്നു. അവരുടെ ഒഫീഷ്യൽ നെയിം കോഡ് എവിടെ, ബാഡ്ജ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതില്ല. അവർ ദില്ലി പോലീസിൻ്റെ വാഹനത്തില്ല, സ്വകാര്യ വാഹനത്തിൽ വരുന്നു. എന്തിനു വേണ്ടി? താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, രാജ്യം മുഴുവൻ ആദരിക്കും വിധത്തിലേക്ക് ആദരിക്കുന്ന, എല്ലാവരും നെഞ്ചേറ്റിയ ഒരു വലിയ സമരത്തിൻ്റെ വിജയം. അതിലെ പ്രധാനപ്പെട്ടൊരു നേതാവിനെ ഇങ്ങനെ ഒരു കേസിൻ്റെ പേരും പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ആലോചിച്ച് നോക്കൂ. തിഹാർ ജയിലിലേക്ക് അടയ്ക്കുക, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുക, ദില്ലി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെക്കുക. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആ നേതാവ്, ആ വിദ്യാർത്ഥി നേതാവ് നേരിടേണ്ടി വരുന്ന ഒരു അനുഭവവും അവസ്ഥയും എന്താകും എന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പോലും ആകാത്തതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ കൈകളിലേക്ക് ചെന്നുപെട്ടാൽ എന്ന് പറയുന്നൊരു വിഷയം അവിടെയുണ്ട്. ശ്രീബിട്ടാസ്, അതായത് ഓർഗനൈസർ, RSSൻ്റെ മുഖവാരിക ഓർഗനൈസർ തുടർച്ചയായി എഴുതി വന്നത് കണ്ടു. SFIയെക്കുറിച്ച്, ഐഷിയെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് തന്നെ, അരുന്ധതി റോയും താങ്കളുമൊക്കെ ദേശവിരുദ്ധരാണ് ഈ സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ എന്ന് പറയുന്ന ഒരു വലിയ നറേറ്റീവ് തുടർച്ചയായി ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് മോദി സർക്കാരും ദില്ലി പോലീസും പെരുമാറുകയാണോ എന്നുള്ളതാണ് തോന്നുന്നത്. RSSൻ്റെ തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഇന്ന് നീങ്ങുന്നതാണോ കണ്ടത്? വേട്ടയാടലിൻ്റെ വളരെ കൃത്യമായ ഒരു സന്ദേശമായിരുന്നോ ഇത്? രാഷ്ട്രീയമായിട്ട് വേട്ടയാടുക, മാധ്യമങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഇവരെ വേട്ടയാടുക, ഇവരെ അപമാനിക്കുക, ഇവരെ ജനങ്ങളുടെ മുമ്പിൽ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്തുക, ചാരന്മാരാക്കുക, അങ്ങനെ ഒരു വലിയൊരു ഗൂഢ പദ്ധതിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ സഖാവ് MA ബേബി ചൈനീസ് അംബാസഡറെ കണ്ടു, അതുകൊണ്ട് തന്നെ ഇത് ചൈനയാണ് തന്നെ പിന്നിൽ നിന്നും പറഞ്ഞ് വാർത്ത പടച്ചുവിട്ടവരുണ്ട്. ഖത്തറിൽ നിന്ന് എന്തോ ആരോ വിളിച്ച് സ്വിഗ്ഗിയിൽ ഭക്ഷണം പറഞ്ഞ് ആ ഭക്ഷണം ജന്തർ മന്ദറിലെ പ്രക്ഷോഭകാരികൾക്ക് കിട്ടി, അതുകൊണ്ട് ഖത്തറിന് ഇടപെടലുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഇടപെടലുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഏത് രൂപത്തിൽ ഈ സമരത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇവർ ഒരു ഹിറ്റ് ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചു ഞാൻ മനസ്സിലാകുന്നു. ഓർഗനൈസറിൽ എൻ്റെ പേരൊക്കെ വളരെ 10-11 പേരുടെ പേര്, ഇവരൊക്കെയാണ് യഥാർത്ഥ കുഴപ്പക്കാരെന്നൊക്കെ. അല്ലേ, എനിക്ക് തമാശ തോന്നുന്നത് വെച്ചാൽ ഇവരിങ്ങനെയൊക്കെയുള്ള ഭീഷണി മുഴക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇങ്ങനെയുള്ള ഹിറ്റ് പട്ടികയിൽപ്പെടുത്തുമ്പോൾ നമുക്കൊരു അംഗീകാരത്തിൻ്റെ ബാഡ്ജാണ്. എനിക്കിപ്പോൾ ആകെ ഒരു വിഷമമെന്ന് വെച്ചാൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള, വളരെ പ്രമുഖരായിട്ടുള്ള അരുന്ധതി റോയിയും പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ഒക്കെ എൻ്റെ പിന്നിലായി പോയില്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരെക്കാളും മുകളിലുള്ള ഒരു കുഴപ്പക്കാരനായിട്ട് ഈ ഓർഗനൈസർ ചിത്രീകരിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഒരുപക്ഷെ അതിനെതിരെ അവർ വേണേൽ കേസ് കൊടുത്തേക്കും. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോദി മീഡിയയും ഈ RSSും ഇവരുടെ കിങ്കരന്മാരും ഈ ആഭ്യന്തര വകുപ്പും ഡൽഹി പോലീസും കൂടി സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുപ്രചരണങ്ങളും ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ
ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വേണം. 56 ഇഞ്ച് അഹങ്കാരത്തിന് മേലുള്ള ഒരു പ്രഹരമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ സംഭവിച്ചതെന്നുള്ള ഒറ്റ കാര്യമെങ്കിലും അവർ മനസ്സിലാക്കണം. അവിടെ ശ്രീ ബ്രിട്ടാസ് ഒരു കാര്യം കൂടി, ഒരു ചോദ്യം കൂടി. അതായത് നോക്കൂ, ഈ സമരം ഉണ്ടായ ഘട്ടത്തിൽ, രൂപപ്പെട്ടു വന്ന ഘട്ടം മുതൽ തുടർന്ന് ഇങ്ങോട്ട് ആ സമരത്തെ പല നിർണായക ഘട്ടങ്ങളിലും സംരക്ഷിച്ചു നിർത്തുക ദില്ലി പോലീസിനോട് ഇന്നത്തെ പോലെ തന്നെ ഈ സമരം ഈ നിലയിൽ രാജ്യം ശ്രദ്ധിക്കാത്ത സമയത്തും ദില്ലി പോലീസിന് മുമ്പിൽ ഈ കുട്ടികൾക്ക് വേണ്ടി, സമരക്കാർക്ക് വേണ്ടി വാദിക്കുന്ന നിലയിൽ ജോൺ ബ്രിട്ടാസിനെയും എം എ ബേബിയെയും മറ്റ് ഇടത് എം പിമാരെയും ദില്ലിയിലെ CPIM പ്രവർത്തകരെയും CPIMൻ്റെ നേതാക്കളെയും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ഈ സമരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ജനാധിപത്യപരമായ പോരാട്ടമാകാം, ഭയം പിടികൂടപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഒരു രാജ്യാവസ്ഥയ്ക്ക് മാറ്റം വരുന്നു എന്നാണോ? ജനാധിപത്യ സ്ഥാപനങ്ങൾ കുറെ കൂടി ജനാധിപത്യപരമാകാം എന്ന പ്രത്യാശ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ സമരത്തിൻ്റെ ഈ കാലയളവിൽ ലഭിച്ച ഒരു അനുഭവത്തിൽ നിന്ന് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് തോന്നുന്നത്? ഈ ജന്തർ മന്ദിറിലെ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അത് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി അതിനുള്ള ഒരു രോക്ഷമാണെങ്കിൽ പോലും ദീർഘകാലമായി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് അത് പര്യവസാനിച്ചത്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലും ഉണ്ടായിരുന്ന ആ ഭയത്തിൻ്റെ ഒരു കാർമേഘമുണ്ടല്ലോ, ആ കാർമേഘമാണ് പതുക്കെ നീങ്ങി തുടങ്ങിയത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പോലും ധൈര്യം പകരും. അതായത് ഈ എക്സിക്യൂട്ടീവിനെ പ്രതിരോധിക്കാൻ, അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഈ തേർവാഴ്ചയെ ചോദ്യം ചെയ്യാനും വിരലുയർത്താനും കൈ ഉയർത്താനുമുള്ള ഒരു തൻ്റെ ഇടവും ആർജവവും ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് നൽകുമെന്നും ഭയന്ന് നിൽക്കുന്ന ആൾക്കാരെ കുറേയും കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി മുമ്പോട്ട് വരാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദില്ലിയിൽ ഇന്ന് ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവിടെ നിന്നും അദ്ദേഹം നമ്മളുമായി ന്യൂസ് ആൻഡ് വ്യൂസിൽ സംസാരിച്ചത്. താങ്ക് യു. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്കും ശ്രീ രതീഷിലേക്കും അതുപോലെ സുഭാഷ് ചന്ദ്രനിലേക്കും അല്പസമയത്തിനകം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് കൂടി നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, സംഘപരിവാറിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഈ സമരത്തിൻ്റെ പേരിൽ, ജന്തർ മന്ദർ സമരത്തിൻ്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കും എന്ന് സമ്മതിക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരായി. പക്ഷേ FIRകൾ നിലനിൽക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് BJP ഇതര സംസ്ഥാനം എന്നുള്ളത് കേരളമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായ കേരളത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ് വന്നിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേസ് പറ്റാതെ വരുമ്പോൾ അതിലെ നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ പല രൂപത്തിൽ എങ്ങനെ അവരെ കെണിയിൽപ്പെടുത്താം എന്ന നിലയിൽ നോക്കി നടക്കുകയാണോ ദില്ലി പോലീസ്? അതിനു വേണ്ടുന്നൊരു രാഷ്ട്രീയ നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ബോധ്യമാണോ ഇന്നത്തെ ഈ സംഭവം നൽകിയത്? ശരത്ത്, ഞാൻ നമ്മുടെ ഈ സമരം തീർന്നല്ലോ 2 ദിവസം മുമ്പ്, അന്ന് കേരളത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചൊവ്വാഴ്ചയാണ് ഇവരടുത്ത ഘട്ടം പറഞ്ഞിരിക്കുന്നത്. ഈ കേസുകളെല്ലാം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചും എനിക്ക് അവരെ അത്ര വിശ്വാസമില്ല. ഏതായാലും അതുകൊണ്ട് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കാം. ഇവർ പിന്നെ ഒരു നേരും നിറയുമില്ലാത്ത കൂട്ടരാണെന്ന് കൈരളിയിൽ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അന്ന് BJPയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു ചർച്ചയിൽ. ഞാൻ അയാളോട് ചോദിച്ചിരുന്നു, എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങളുടെ പോലീസ് അവിടെ കാണിച്ചു കൂട്ടിയത്, പ്രത്യേകിച്ചും പെൺകുട്ടികളോട്. അവരെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അപമാനിക്കില്ല, മൊളസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഡയറക്റ്റായിട്ട് തന്നെ ആയിരുന്നല്ലോ ഇടപെട്ടത്. അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതാണ് ഇന്ന് ചൊവ്വാഴ്ചയായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ച ആകുമ്പോഴേക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ നമ്മുടെ കേരളത്തിന് മുമ്പിൽ മാത്രമല്ല രാജ്യത്തിന് മുമ്പിലേക്ക് വരികയാണ്. എന്താണ് അടിസ്ഥാന പ്രശ്നം? തട്ടിക്കൊണ്ടുപോകുമായിരുന്നു ഉദ്ദേശമെന്നേ ഒരു സംശയവുമില്ല. ജോൺ ബ്രിട്ടാസും സുഭാഷ് ചന്ദ്രനും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പ്രതികരണം അത് തന്നെയാണ് പറയാൻ തോന്നുന്നത്. ഐഷി ഘോഷിനെ അവിടുന്ന് കൊണ്ടുപോയാൽ അതൊരു തട്ടിക്കൊണ്ടുപോകലായി തന്നെ മാറുമായിരുന്നു.
അതാണ് പൊളിഞ്ഞത്. എന്തിനായിരുന്നു പ്രകോപനം? എന്തായിരുന്നു ആ പ്രകോപനമാണല്ലോ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൃത്യമായി പറഞ്ഞത്. തങ്ങളുടെ സ്വകാര്യതയിൽ പോലീസ് കടന്നു കയറി. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഐഷി ഘോഷ് ഹൈക്കോടതിയിൽ ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിനെ സംബന്ധിച്ച് അവരൊരു നിലപാടും പറഞ്ഞു. പോലീസ് ആ വീഡിയോസ് തിരിച്ച് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഈ കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാം, അല്ലാതെ പിൻവലിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചത്. അതിൻ്റെ സമയം ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ചെയ്യില്ല, പോലീസ് ഇത് തിരിച്ചു കൊടുത്ത് സറണ്ടർ ചെയ്തില്ല എന്ന് നിലപാട് വന്നതോടുകൂടി ഇവരുടെ നിലപാട് അവർ ഘടിപ്പിക്കുകയും കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് ബംഗ്ലാ ഭവന് മുമ്പിൽ 5 വർഷം മുമ്പ് നടന്ന കേസും കുത്തിപ്പൊക്കി അദ്ദേഹം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമായ ശിക്ഷ വിധിച്ചാൽ തന്നെ വളരെ നിസ്സാരമായ കുറ്റങ്ങൾ മാത്രം ചാർജ് ചെയ്യാവുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്ന കേസാണ്. അതിനാണ് ഈ തരത്തിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ ഇത് ഇവരുടെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നടപടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP ഇതുകൊണ്ട് അല്ലെങ്കിൽ RSS ഇതുകൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, വീണ്ടും ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ അതിന് ഐഷി ഘോഷ് തന്നെ മറുപടി പറഞ്ഞു. AKG ഭവനിൽ തന്നെയാണ്, പോലീസ് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഐഷി പറയുന്നത്, എന്നെ തെരഞ്ഞ് പോലീസ് ഇതാ വെളിയിൽ നിൽക്കുന്നുണ്ട്, അവരെന്നെ കൊണ്ടുപോകുമായിരിക്കും, ശിക്ഷിക്കുമായിരിക്കും, അതിലൊന്നും എനിക്കൊരു പേടിയുമില്ല, അത്തരത്തിലുള്ള ഒരു ഭയവുമില്ല. പക്ഷേ അത് ഇവരുടെ ഇത്തരത്തിലുള്ള പിടിച്ചുകൊണ്ട് പോകാൻ എന്നുള്ള തരത്തിലേക്കുള്ള വരവ് നടക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ് ഐഷി ഘോഷിൻ്റെ ഇത് മെസ്സേജായിട്ട് പുറത്തേക്ക് വന്നത്. AKG ഭവനിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്, അവരുടെ ചിത്രവും ഉൾപ്പെടെ. ആ തരത്തിൽ റെസിസ്റ്റൻസ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി അതിശക്തമായ ഒരു പ്രസ്താവന ഇറക്കിയത്. എന്താണെന്നിട്ട് ഇതുവരെയും ഡൽഹി പോലീസിൻ്റെ ചുമതലയെന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിനാണല്ലോ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണല്ലോ, അമിത്ഷായ്ക്കാണല്ലോ. ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ട് ഇയാൾക്ക്, ഈ മാന്യന് ഒരു മറുപടി, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹമന്ത്രിയെങ്കിലും മറുപടി പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായും വെൽ പ്ലാൻഡ് ആയിട്ട് ഇവരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പണി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ബന്ധപ്പെട്ട ആരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഏതായാലും ഇതിങ്ങനെ വിടാൻ കഴിയില്ല. നിശ്ചയമായും ഇതിൻ്റെ പ്രതിഷേധം രാജ്യമാകെ ഇവിടെ മാത്രമല്ല കേട്ടോ ശരത്തെ, അത് ബാക്കിയുള്ളവർ പറയുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. മഹാരാഷ്ട്രയിൽ, ബംഗാളിൽ, ഒഡീഷയിൽ എല്ലായിടത്തും വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്ന, ഓടിച്ചിട്ട് പിടിക്കുന്ന സ്ഥിതിയാണ് ഒഡീഷയിൽ, ബീഹാറിലൊക്കെ ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെയാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അത് ആ തരത്തിലുള്ള ആസൂത്രണം എങ്ങനെയാണ് ചെറുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ തന്നെ കാണിച്ചു തന്ന ആ വഴി അതിനിയും ശക്തമായി തുടരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ഞാൻ രതീഷ് ചക്രപാണിയിലേക്ക്. രതീഷ്, നോക്കൂ, നേരത്തെ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ AKG ഭവനിലുണ്ടായിരുന്ന ഐഷിയുടെ തന്നെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദില്ലി പോലീസ് വളരെ കാൽക്കുലേറ്റഡായി വളരെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് വന്ന ആ ഉദ്യോഗസ്ഥർ വന്ന സമയം അവിടെ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഇല്ല, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. ഐഷി ഘോഷ് എന്ന SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി അവിടെയുണ്ട്. അവരാണ് ഈ ജന്തർ മന്ദർ സമരത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ദീപ് കെയ്ക്കൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്. അതിൻ്റെ ആ സമരത്തിൻ്റെ വിജയശില്പികളിൽ ഒരാൾ കൂടിയാണ്. അതിൻ്റെ വലിയ അസ്വസ്ഥത ദില്ലി പോലീസിനേക്കാൾ ഉപരി കേന്ദ്ര സർക്കാരിനുണ്ട്. അതിൻ്റെ ടൂളായി നിൽക്കുന്ന ദില്ലി പോലീസിന് സ്വാഭാവികമായി അവരെ എടുക്കണം. ബ്രിട്ടാസ് പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നുകിൽ അവരെ ഇന്ന് കസ്റ്റഡിയിലെടുത്ത് തീഹാർ ജയിലിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് മാറ്റണം. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അതിലൂടെ ദില്ലി പോലീസ് ഏത് നിലയിൽ കൈകാര്യം ചെയ്യാനാണ് ലക്ഷ്യം വെച്ചത് എന്നത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥ, ഒരു ഗൂഢനീക്കം അതിനകത്തുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് അവിടെ ജോൺ ബ്രിട്ടാസ് എന്ന പാർലമെൻറ്റ് അംഗം എത്തിയില്ലായിരുന്നു എങ്കിൽ എന്നതുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാലോ? തീർച്ചയായിട്ടും അവിടെ ജോൺ ബ്രിട്ടാസ് എത്തിയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്യന്തം ഭീതിജനകമായിട്ടുള്ള രംഗങ്ങളിലേക്ക് ഇത് പടർന്നു പോയേനെ. പക്ഷേ ഇത് ശരത്തെ, ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സമരം വിജയിച്ചതിൻ്റെ പുറത്തുള്ള ഒരു പകവീട്ടൽ എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല യഥാർത്ഥത്തിൽ. കാരണം ഈ സമരത്തിലുള്ള തോൽവി എന്ന് പറയുന്നത്
BJP എത്തിച്ചിരിക്കുന്നത് വലിയ ആഴങ്ങളേറിയിട്ടുള്ള ഈ താഴ്ചയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാറിനെയും BJP ഒക്കെ, കാരണം അവരെ ഭീതിയുടെ വലിയ താഴ്ചയിലാണ് ഇപ്പോൾ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ഇന്ന് തുഗ്ലക്കിൻ്റെ എഡിറ്ററും അതുപോലെ പഴയ RBIയുടെ ഡയറക്ടറുമായിട്ടുള്ള സ്വാമിനാഥൻ ഗുരുമൂർത്തി അടക്കം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഒരു പഴയ RSSൻ്റെ സൈദ്ധാന്തികരടക്കം ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊന്നേനെ എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള വലിയ രീതിയിൽ മോദിയും അതുപോലെ BJPയും ഒക്കെ ഈ സമരത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന വലിയൊരു നറേറ്റീവ് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ അണികളിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ അണികൾ തന്നെ വലിയ അസംതൃപ്തരാണ്, അവർ തന്നെ ഭയന്നിരിക്കുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം BJPയും സംഘപരിവാറും ഒക്കെ വിചാരിച്ചിരുന്നത് ഗോദി മീഡിയ എന്ന് പറഞ്ഞ മീഡിയ ഞങ്ങളുടെ കാൽക്കീഴിലാണ്, പ്രതിപക്ഷ പാർട്ടികളെ ഞങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIനെയും ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ കഴിയും, കൂടാതെ ഞങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവരെ ദേശവിരുദ്ധർ എന്ന് ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയും, പാകിസ്ഥാനിലേക്ക് പോട എന്നുള്ളത് പറയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ടൂളുകൾ, കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മാവോയിസ്റ്റ് മുസ്ലിം അനുഭാവമുള്ള സംഘടനകളാണെന്ന് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഹിന്ദുത്വക്കെതിരാണെന്ന് പറയാൻ കഴിയും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ ആയുധങ്ങളെയും യഥാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞ ഒരു സമരമാണിത് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ആ സമരത്തിൻ്റെ ആഴത്തിലേക്ക് ആ സമരത്തിൻ്റെ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ ആഴത്തിൽ നിന്ന്, അതിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിഭ്രാന്തിയിൽ നിന്ന്, ഭയവിഹ്വലതകളിൽ നിന്ന് അവർ യഥാർത്ഥത്തിൽ പുറത്ത് കടക്കാനുള്ളൊരു ശ്രമമാണ് ഇന്ന് ഈ പറയുന്ന നടത്തുന്നത്. ഇത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർഗനൈസർ അടക്കം അല്ലെങ്കിൽ RSSൻ്റെ അടക്കം സംഘപരിവാറിൻ്റെ വിവിധ നേതാക്കളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഇടത്തരം നേതാക്കളുടെയൊക്കെ പ്രസ്താവന ഹിന്ദിയിലും അതുപോലെ ഹിന്ദി ബെൽറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എടുത്തു നോക്കിയാൽ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം, ഈ കുട്ടികളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു ഗുണ്ടാ സംഘങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ, ആ ഗുണ്ടാ സംഘങ്ങളുടെ തലവന് ഒരു ഭയം പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അടി പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള താഴേക്കുള്ള ഗുണ്ടകൾ കൂടി ഭയവിഹ്വലരാകുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഭയത്തിലായിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ഗോദി മീഡിയ മാത്രമല്ല, നാളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പോലും ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് പറയുന്നൊരു ഭയം ഇവർക്ക് വന്നിരിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ JP മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് JP നടത്തിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ഗവൺമെൻറ് തന്നെ അനധികൃതമാണ്, നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇവരെ ഒന്നും അനുസരിക്കേണ്ട ബാധ്യതയില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ത്യയിലെ പട്ടാളക്കാരോടും പോലീസിനോടും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ നാളെ ഈ പല അധികാരങ്ങളുമൊക്കെ തന്നെ പതുക്കെ തങ്ങളെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു. അതും ആരുടെ മുമ്പിലാണ് കൈവിട്ടു പോയത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം മെരുക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞപ്പോഴും ഐസ പോലെയുള്ള SFI പോലെയുള്ള ഇടതുപക്ഷം പോലെയുള്ള സംഘടനകളുടെ പിന്തുണയോടുകൂടി CJP എന്ന് പറയുന്ന ഒരു പുതിയ പ്രസ്ഥാനം വരികയും ആ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാ ആയുധങ്ങളും നിഷ്പ്രഭമായിരിക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില നടപടികൾക്ക് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തുടക്കം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിനെതിരെ ഞങ്ങൾ കേസെടുക്കില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം തന്നെ ഈ 2021 ചാർജ് ചെയ്ത കേസിൽ ഇപ്പോൾ ഇവിടെ സുഭാഷ് ചന്ദ്രൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, മാക്സിമം വന്ന 3 മാസത്തേക്ക് എന്ത് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ഇനി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഞാൻ കൃത്യമായിട്ടൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ധരിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ യൂണിഫോം ധരിക്കാത്ത അവസരങ്ങളിൽ വളരെ കൃത്യമായി തങ്ങളുടെ ID കാർഡ് മറ്റുള്ള ആളുകൾ കാണുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ഒരു വാറണ്ട് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീകോൾ ചെയ്യാൻ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു ആ പെറ്റീഷൻ കൊടുത്താൽ അത് റീകോൾ ചെയ്യാവുന്ന ചെറിയ കാര്യമേ ഉള്ളൂ. പക്ഷെ അത്തരം കാര്യങ്ങളിൽ പോലും ഒരു പിടിവള്ളിയാക്കിക്കൊണ്ട് ഞങ്ങളുമൊക്കെ തിരിച്ചിവർക്കെതിരെ ചെയ്തു, നമ്മൾ പരിപൂർണമായും കീഴടങ്ങിയിട്ടില്ല സംഘപരിവാർ സുഹൃത്തുക്കളെ എന്ന് സ്വന്തം അണികളോട് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ജോൺ ബ്രിട്ടാസൊക്കെ തകർത്ത് കളഞ്ഞത്. ഇപ്പോൾ ഒന്നുകൂടി നാണം കെട്ടിരിക്കുന്നു. ഇനി വീണ്ടും അവർ ഇത്തരത്തിലുള്ള പല പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങും. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം BJPയോടും സംഘപരിവാറിനോടുമുള്ള ഭയത്തിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. ആ ഭയം വീണ്ടും നിലനിർത്തിയാലേ ഞങ്ങൾക്കിനി എല്ലാവരും കൂടെ നിൽക്കൂ എന്ന് പറയുന്ന അവരുടെ ആ ഒരു വിശ്വാസമാണ്. ശരി.
രതീഷ്, ഞാൻ വരാം. ഇന്നിപ്പോൾ ഇതേ സമയത്ത് ഞങ്ങളുടെ പ്രതിനിധി ഷമി പ്രഭാകരനോട് ദില്ലിയിൽ വെച്ച് ഐഷി സംസാരിക്കുകയുണ്ടായി. ഐഷി സംസാരിച്ചപ്പോൾ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ CJP ഈ പറഞ്ഞ കോക്രോച്ച് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാപകനായിട്ടുള്ള ദീപ് കെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം സഹായം അഭ്യർത്ഥിച്ചത് സമരത്തോടൊപ്പം ഉണ്ടാകണമെന്ന് ദീപ് കെ ആവശ്യപ്പെടാൻ ഒരു കാരണം, അതിനു മുമ്പ് തന്നെ SFI സമരരംഗത്തുണ്ട്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ, അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ, വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന വലിയ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന നിരന്തരമായി സമരം ചെയ്യുന്നു എന്നതുകൊണ്ടാണ് SFIയിലേക്കും ഐഷി ഘോഷിലേക്കും ആദ്യമായി ദീപ് കെയുടെ കോള് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷമി ചോദിക്കുമ്പോൾ ഐഷി ഘോഷ് തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അല്പമേ ഉള്ളൂ, ഒന്ന് കണ്ടിട്ട് ഞാൻ സുഭാഷ് ചന്ദ്രനിലേക്ക് വരാം. He called me, he texted me and said that we would want SFI and all of you to be part of it, and we said from the very first day that yes, we are in support of this, we are in solidarity of this, because the demands are same. SFI has been from long times fighting against bodies like NTA, organizing students across the country. സുഭാഷ് നേരത്തെ പറഞ്ഞ പോലെ ദില്ലി ഹൈക്കോടതിയിൽ ദില്ലി പോലീസിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു സുപ്രധാന ഹർജിക്കാരിയായി ഐഷി നിൽക്കുന്നത് ദില്ലി പോലീസിൻ്റെ പ്രശ്നമാണ്. അതിലും നിലപാട് സ്വീകരിച്ചപ്പോൾ മറ്റൊരു കേസും പറഞ്ഞ് അവരെ വേട്ടയാടാൻ ശ്രമിച്ചു. നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കുക, അല്ലെങ്കിൽ തിഹാർ ജയിലിലേക്ക് അയക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുള്ളൊരു വഴിവിട്ട ശ്രമമാണ്, വളഞ്ഞ വഴിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാവരും ചേർന്ന് പൊളിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യപരമായ നീക്കം തന്നെയായിരുന്നു. ഇപ്പോൾ ഐഷി പറഞ്ഞതുപോലെ ഈ വലിയ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോക്രോച്ച് പാർട്ടി ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് SFI ആണ്. അവിടെ ഐഷിയിലേക്ക് ആ കോള് വരുന്നു, തുടർന്ന് CPMലേക്ക് ആ കോള് പോകുന്നു. ആ ദീപ് കെയുടെ വരവിൽ തന്നെ CPMൻ്റെ പിന്തുണയും അവിടെ CPM പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. ഇത് ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് RSS ആണ്, ഒബ്സർവറാണ്, അവരുടെ മുഖവാരികയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഈ സമരത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ വിജയം അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണോ ഐഷിയിലേക്ക് ഇങ്ങനൊരു നീക്കത്തിന് പിന്നിൽ, ദില്ലി പോലീസിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ സംഘ് പരിവാർ നടത്തുന്നതിന് പിന്നിൽ? തീർച്ചയായും ശരത്ത്, നമ്മൾ ഇതിനകത്ത് കാണേണ്ട ദില്ലി പോലീസിൻ്റെ നരേറ്റീവുകൾ എങ്ങനെയാണ് അവർ ഓരോ കാലഘട്ടത്തിലും പ്ലേസ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. നമ്മൾ ഓരോ വിദ്യാർത്ഥി നേതാവിനെയും അവരെങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട്, അത് ഉമർ ഖാലിദ് ആയാലും, അതല്ലെങ്കിൽ കനയ്യകുമാർ ആയിരുന്നാലും, ഐഷി ഘോഷ് ആയിരുന്നാലും, ഇപ്പോൾ ഇനി വളർന്നു വരുന്ന മറ്റ് വിദ്യാർത്ഥി നേതാക്കളായിരുന്നാലും, എങ്ങനെയാണ് അവർ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു, രാജ്യവിരുദ്ധരെന്ന് വിളിക്കുന്നു, തീവ്രവാദികളെന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ രീതിയിൽ പല രീതിയിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിവിധ മാധ്യമങ്ങൾക്കകത്തുള്ള ഒരു പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള വാർത്ത നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2800ഓളം വരുന്ന ക്രിമിനലുകൾ ഈ സമരത്തിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് ഡൽഹി പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡൽഹി പോലീസ് തന്നെ പറയുന്നത് അവരിത് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സമരസ്ഥലത്ത് വന്നിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ 3-4 പോലീസിൻ്റെ വലിയ ബസ്സുകൾ കടന്നിരുന്നു. അവിടെ നിരന്തരം 24/7 ഈ പറയുന്ന ഇതിനകത്തുള്ള ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നടക്കുകയാണ്. ഇത് ഈ നമ്മുടെ സ്വാഭാവികമായും ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാത്ത നടപടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോക്കോൾ ഇല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളുമില്ല. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഷി ഘോഷിനെ പോലെയുള്ള, അതല്ലെങ്കിൽ ദേവികയെ പോലെയുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധി ആളുകൾ, സജിയെ പോലെയുള്ള, ആദർശിനെ പോലെയുള്ള നിരന്തരമായി ഡൽഹിയിൽ വിവിധ സമരരംഗത്തുള്ള, അല്ലെങ്കിൽ DYFI നേതാക്കളായിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി നേതാക്കൾ, ഇവർ നിരവധി സമരങ്ങൾക്കകത്ത് പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. അത് CAA പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുത്ത ആളുകളുണ്ടായിരിക്കും, കിസാൻ പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുത്ത ആളുകളായിരിക്കും, ഇപ്പോൾ ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിനകത്ത് പങ്കെടുത്തായിരിക്കും, നേരത്തെ ഐഷി പങ്കെടുത്തതുപോലെ തന്നെയുള്ള ചില പ്രാദേശിക സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പങ്കെടുക്കുന്ന സമരങ്ങളുടെ എല്ലാം വീഡിയോ ശേഖരിച്ചുകൊണ്ട് ഇവർ ഇത്ര സമരങ്ങൾക്കകത്ത് പങ്കെടുത്ത നിരന്തരമുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്, ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞ് ഈ വിദ്യാർത്ഥികളെ ക്രിമിനലുകളായി ഈ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു സമരത്തിനകത്തെ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നാൽ നിങ്ങൾ ഈ രാജ്യത്തെ എവിടെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ഏത് ഭരണഘടനയ്ക്കകത്താണ് പറയുന്നത് നിങ്ങളൊരു സമരത്തിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളൊരു സമരത്തിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ അടുത്ത സമരത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു? ഈ വിദ്യാർത്ഥികൾ ഇവരാണ് ഈ രാജ്യത്തെ നയിക്കുന്നത്. അവർ നിരന്തരമായി ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ, ഡൽഹിയുടെ ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ തെരുവുകളിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
നിരന്തരമായി ഈ പറയുന്ന ഇവരുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു, എക്സ് സമരത്തിൽ, വൈ സമരത്തിൽ, സെഡ് സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രാജ്യദ്രോഹികളായി, ഇവർ ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്, ക്രിമിനലുകളാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടക്കുന്നത്. അതാണ് ഇന്ന് ഞങ്ങൾ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ നിരന്തരമായി സമരങ്ങൾ നടത്തുന്ന ആക്ടിവിസ്റ്റുകളെ, രാഷ്ട്രീയ പ്രവർത്തകരെ ക്രിമിനലുകളായി ചിത്രീകരിച്ചുകൊണ്ട് ആ സമരങ്ങളെ ഇല്ലാതായ്മ ചെയ്യാൻ വേണ്ടി, സമൂഹം മുമ്പേ അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി, അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി, അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ രൂപമാണ് ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഈ FTR എന്ന് പറയുന്ന സാങ്കേതികവിദ്യയുമായി ഡൽഹി പോലീസ് വരുന്നത്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള നിയമ പിന്തുണയുമില്ല. ഒരു നിയമത്തിൻ്റെ ഭാഗമായോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായോ SOPയുടെ ഭാഗമായോ അല്ല അവതരിപ്പിക്കുന്നത്. ഒരു പിന്നെ സ്വകാര്യ CP+ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം വെക്കുന്ന ഒരു എന്താ പറയുക, CCTV ക്യാമറ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനിയെ, ആ കമ്പനിയുടെ തങ്ങളുടെ ഈ പറയുന്ന ഉപയോഗത്തിന് വേണ്ടി അതിൻ്റെ ടെക്നോളജി ഹയർ ചെയ്തുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ റെക്കഗ്നൈസ് ചെയ്യുകയും ഇവരെ പിന്നീട് ക്രിമിനലുകളായി ബ്രാൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള സമീപനമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഇത് നമ്മുടെ വരും തലമുറയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന തലമുറയെ ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യത്തിനകത്ത് ഉയരുന്ന എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ ജയിലിലടയ്ക്കാൻ വേണ്ടി, ദീർഘകാലം ജയിലിലടയ്ക്കാൻ വേണ്ടി, ക്രിമിനലുകളായി മുദ്ര കുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ജനാധിപത്യ വിദ്യയും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. കാരണം ഇനിയും നാളെയും ഇപ്പോഴും നമ്മുടെ വിവിധങ്ങളായ സമരങ്ങൾ, വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം E20 പെട്രോളിനെതിരെയുള്ള സമരവുമായി വിവിധ സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സമരങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാജിവെച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അദ്ദേഹം ആക്രോശിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് പുറത്താക്കിയെന്നും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്ന ധാർഷ്ട്യത്തോടു കൂടി ധർമ്മേന്ദ്ര പ്രധാൻ ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ആക്രോശത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ യജമാനന്മാരുടെ അവരുടെ മുറവിളിയുടെ ഭാഗമായി, അവരുടെ ഈ ജൽപ്പനങ്ങൾ, അവരുടെ ആജ്ഞകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഇത്തരം വിദ്യാർത്ഥികളെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് നിയമപരമായി തുറന്നു കാണിച്ചുകൊണ്ട് നിയമപരമായി പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യൻ യുവജനതയെ സമരരംഗത്തേക്ക് ഇറങ്ങാൻ സന്നദ്ധമായി ഇനിയും ഇത്തരം ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന അവരെ ഭയപ്പെടുത്തി ഇത്തരം കേസുകളൊക്കെ ചാർജ് ചെയ്ത് നേതാക്കളെ പിടികൂടാൻ ശ്രമിക്കുക, അതുവഴി ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു രീതി വളരെ ശക്തമായി അവലംബിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഐഷിയിലൂടെ സംഭവിച്ചത്. അത് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയുമാണ്. ഈ സമര വിജയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ, യുവജനങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ എന്നൊരു പ്രശ്നം നിൽക്കുകയാണ്. സർക്കാർ ഇത് പിൻവലിക്കുമെന്ന് പറയുന്നു, പക്ഷേ FIRകളെല്ലാം അവിടെ തുടരുകയാണ്. സുപ്രീം കോടതി വളരെ ശക്തമായി ഇടപെട്ടു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടപടികൾ സ്വീകരിച്ച സംസ്ഥാനങ്ങളോടൊക്കെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഭരിച്ച സംസ്ഥാനങ്ങളാണ്, ഒന്നൊഴികെ. അതും പക്ഷേ ഏറ്റവും അധികം BJPയുമായി സഹകരിച്ച് സംഘ്പരിവാറിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നിലയിൽ ഭരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന വലിയ വിമർശനവും ആക്ഷേപവും കേൾക്കുന്നൊരു സംസ്ഥാനമാണ്. ബാക്കിയെല്ലാം BJP നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഞാൻ പറഞ്ഞത് കേരളമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളവുമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുന്ന സംസ്ഥാനങ്ങൾ. വിദ്യാർത്ഥി വേട്ട നടത്തിയതിൻ്റെ പേരിൽ, ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ, വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്തതിൻ്റെ പേരിൽ എന്ന് കാണണം. അതിൽ കേരളവുമുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം മോദി സർക്കാരിൻ്റെ ഈ നയസമീപനത്തിനോടൊപ്പം നിന്നതിൻ്റെ നടപടികളെ ന്യായീകരിക്കേണ്ട ബാധ്യത കേരള സംസ്ഥാന സർക്കാരിനും വന്നു ചേർന്നിരിക്കുന്നു സുപ്രീം കോടതിയിൽ എന്നുള്ളത് വളരെ ഗൗരവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, ഹൈദരാബാദ്, തെലങ്കാന സർക്കാർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായി അവിടെ സമരം ശക്തമായിരുന്നു. ഒരു വിദ്യാർത്ഥിക്ക് നേരെയും ആ നിലയിലൊരു സമീപനം അവിടുത്തെ പോലീസ് സ്വീകരിച്ചിട്ടില്ല. ബംഗളൂരുവിലുണ്ടായിരുന്നു, അവിടുത്തെ കർണാടക കോൺഗ്രസ് സർക്കാർ ആ നില സ്വീകരിച്ചിട്ടില്ല. മുദ്രാവാക്യം വിളിച്ചാണ് ദില്ലിയിൽ ശിവകുമാർ എന്ന കർണാടക മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കൊപ്പം ആ സമരത്തിൽ പങ്കെടുത്തത്. കേരളത്തിൽ സംഭവിച്ചത് രണ്ട് നിലയ്ക്കും നമ്മൾക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ്, ഈ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു വാചകം കൂടി പറയാം. പി രാജീവിൻ്റെ അല്പം മുമ്പുള്ളൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, CPIM നേതാവ്. അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതിയിൽ കേരളം ഉൾപ്പെടെ, കേരളം ഇൻവെർട്ടഡ് കോമയിലാണ്, സുപ്രീം കോടതിയിൽ കേരളം ഉൾപ്പെടെ BJP ഭരിക്കുന്ന സർക്കാരുകൾ കേന്ദ്രത്തിനൊപ്പം റിപ്പോർട്ട് കൊടുക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സുപ്രീം കോടതിയിൽ, പി രാജീവ് എഴുതുന്നതാണ്, സുപ്രീം കോടതിയിൽ ഇൻവെർട്ടഡ് കോമയിൽ കേരളം ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിനൊപ്പം റിപ്പോർട്ട് കൊടുക്കട്ടെ. ഇതാണ് അവസ്ഥ. അതെ,
അതെ ശരത്തെ, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതുകൂടെ പറയണമെന്ന് തോന്നുകയാണ്. കാരണം അത് മറ്റൊന്നുമല്ല, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹം ആണല്ലോ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു പിറവിക്ക് പരോക്ഷമായ ഒരു കാരണക്കാരൻ. നേരിട്ടല്ലെങ്കിലും ഈ കോക്രോച്ചസ് എന്ന് പറഞ്ഞ ആ ഒരു അദ്ദേഹം അത് ഒരു ആക്ഷേപകരമായി ഒരു താഴ്ന്ന തരം വിമർശനവും ആക്ഷേപവുമായി അദ്ദേഹം ഉന്നയിച്ച സംഗതിയാണ് പിന്നീട് കോക്രോച്ച് ജനതാ പാർട്ടി തന്നെയായി മാറുന്നത്. ആ സമരം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് അതിക്രമങ്ങളുടെ വീഡിയോയുമായി ഇദ്ദേഹം അധ്യക്ഷനായ ബെഞ്ചിനെ സമീപിക്കുന്നുണ്ടല്ലോ സുപ്രീം കോടതിയിൽ. ഇതൊന്നും കണ്ട് സമയം കളയാൻ ഞങ്ങൾക്ക് നേരമില്ല എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയാണ് ആ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഈ സമരം ശക്തിപ്പെടുന്നു. അവസാനം യൂണിയൻ ഗവൺമെൻറ് ഒന്നാകെ തന്നെ ഈ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. അപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് തിരിച്ചറിയുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെയാണ് സുപ്രീം കോടതിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതാണ് ഇന്ന് രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെതായി പുറത്തു വരുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്ത് വ്യക്തമായി സുപ്രീം കോടതിയിൽ തട്ടി പ്രതിധ്വനിക്കുകയും അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് കണ്ണയക്കണം എന്ന് അവർക്ക് തീർച്ചയായും അവർക്ക് തോന്നുകയും ചെയ്തതിൻ്റെ ഭാഗമാണല്ലോ ഈ ഓരോ സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടെ എന്നുള്ളത് അതിലേക്ക് വരാം. അതിനു മുമ്പ് സുപ്രീം കോടതിയുടെ ആ ഒരു നിലപാട് മാറ്റം എത്രയേറെ കൗതുകകരമാണ് എന്നുള്ളതല്ല, അത് മാറാതെ വഴിയില്ല എന്നുള്ള നിലയിലേക്ക് ആ സമരത്തിൻ്റെ വിജയം വന്നെത്തിയപ്പോഴാണ് സുപ്രീം കോടതിയും ആ തരത്തിലേക്ക് മാറുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു മാറ്റമായിട്ട് തന്നെ കാണണം. ഏതായാലും ആ മാറ്റം സംഭവിച്ചു സുപ്രീം കോടതിയിൽ തന്നെ. പിന്നെ ആഴ്ചകൾക്കോ ദിവസങ്ങൾക്കോ ഉള്ളിൽ സംഭവിച്ചതാണത്. അതങ്ങനെ വരുന്നുണ്ട്, മാറി. അപ്പോഴാണ് കേരളമടക്കം, കേരളത്തെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഈ AKG ഭവനിലെ ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയ രംഗം ഞാൻ പെട്ടെന്ന് ഓർത്തത് കഴിഞ്ഞ മാസം ജൂൺ 26-ന് പിണറായി വിജയൻ്റെ സഖാവിൻ്റെ വസതിയിൽ റെയ്ഡ് നടത്തിയല്ലോ ED. അത് കഴിഞ്ഞ് ഇതേ സഖാവ് ജോൺ ബ്രിട്ടാസ് അവിടെ നിന്ന് പോലീസുകാരോട് വഞ്ചൂർ ഏരിയ കമ്മിറ്റിയിൽ കയറും, പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്ന് ബഹളം വെച്ച് നിന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. കയറിൽ ഇത് നന്നായിട്ട് തന്നെ കാണിക്കുകയും ചെയ്തു ജനങ്ങളെ. അപ്പോൾ ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കയറി, പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കും, പ്രതികളെന്നല്ല, പ്രതികളെന്ന് അവർ കരുതുന്നവരെ പിടിക്കും എന്നുള്ള ശാഠ്യത്തിൽ നിൽക്കുകയും അത് കഴിയില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജോൺ ബ്രിട്ടാസിന് അത് സാധിക്കുകയും ചെയ്തു. ഇന്ന് അതേ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് പാർലമെൻറ്റിൽ നിന്ന് പെട്ടെന്ന് AKG ഭവനിൽ എത്തിയത് കൊണ്ടാണ് ഈ തരത്തിൽ വലിയ ഒരു ഭരണകൂട ഭീകരതയിലേക്ക് പോകുമായിരുന്ന ഒരു സംഭവത്തിനെ ആ തരത്തിൽ ശക്തമായ ചോദ്യം ചെയ്യലിലൂടെ തന്നെ തടിതപ്പുന്ന നിലയിലേക്ക്, ഡൽഹി പോലീസ് തടിതപ്പുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സമയോചിതമായ ഇടപെടൽ ഒന്ന് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത വിധം പ്രകടമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം. ഇപ്പോൾ ഈ ചർച്ചയിലും അദ്ദേഹം അതേ നിലപാടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ട് നിർത്താം ശരത്തെ. അത് ഉയരുമ്പോൾ എന്താണ് ഇവിടെ കേരളത്തിൽ ഈ VD സതീശൻ സർക്കാരിൻ്റെ പിന്നെ പോലീസ് നയം എന്താണ് ഇക്കാര്യത്തിൽ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയക്കേണ്ടി വന്നല്ലോ, ഈ കുട്ടികൾക്കെതിരെ നിങ്ങൾ ഈ സമരം ചെയ്തതിൻ്റെ പേരിൽ അനാവശ്യമായിട്ടാണ് അല്ലെങ്കിൽ നിയമപരമായിട്ടല്ല നിങ്ങൾ കേസെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ കത്തെഴുതിയതിനെ തുടർന്ന് ഇന്നതിപ്പോൾ ഏതാണ്ട് പിൻവലിക്കാം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മനോഭാവത്തിന് മാറ്റമൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ മനസ്സിലായല്ലോ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കേന്ദ്ര ഭരണകൂടം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റെപ്ലിക്ക പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെയും. മോദി സർക്കാർ ദില്ലി പോലീസിനെ ഉപയോഗിച്ച് ഐഷിയെ പിടികൂടാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പല കാര്യങ്ങളും വരികയാണ്. അതെ, കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ വിദ്യാർത്ഥി പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ റിമാൻഡിലാണ്, ജയിലിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ
നേരത്തെ സുഭാഷ് ചന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം വന്നപ്പോൾ ജസ്റ്റിസ് ജോയ് മല്യ ബഗ്ചിയും അതുപോലെ വി മോഹനയും അവരുടെ ആ ബെഞ്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ആർക്കൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന NDA, മറ്റൊരു ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഡൽഹി ഗവൺമെൻറ്, അത് BJP ഭരിക്കുന്നത്. അതുപോലെ ചീഫ് സെക്രട്ടറിമാർക്ക് വിവിധ സംസ്ഥാനങ്ങൾക്ക്, ഒന്ന് മഹാരാഷ്ട്ര ഫട്നാവിസിൻ്റെ അല്ല ഈ പറഞ്ഞ BJP സർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്ര, മറ്റൊന്ന് ബീഹാർ BJP സഖ്യം, അസം BJP ഹിമന്ത വിശ്വ ശർമ്മ, അതുപോലെ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ്, അതുപോലെ മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഇവിടേക്കൊക്കെയാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ വിദ്യാർത്ഥി വേട്ട നടത്തിയതിൻ്റെ പേരിൽ. ചീഫ് സെക്രട്ടറിമാർക്ക് ഏറ്റവും അവസാനമായി പറയുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. ബാക്കിയെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അതിലൊഴിഞ്ഞു നിൽക്കുന്നത് കേരളം. എന്നാൽ കേരളം അതുപോലെ തന്നെ വളരെ വലിയ വിമർശനം ഇവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് BJP സംഘ് പരിവാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം നേരിടുമ്പോഴാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ട സ്റ്റേറ്റാണ് എന്നതുകൂടിയുണ്ട്. വളരെ ഗൗരവമായ നിലയിൽ പരിശോധിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ആ സുപ്രീം കോടതി വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി സൂചിപ്പിച്ചത്. ശ്രീ രതീഷ് ചക്രവാണി, ഞാൻ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞ ആ വിഷയം അത് വളരെ ഗൗരവമുള്ളതാണോ? മോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനൊപ്പം BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം VD സതീശൻ ഭരിക്കുന്ന VD സതീശൻ സർക്കാർ, UDF സർക്കാർ കേരളവും ഇപ്പോൾ സുപ്രീം കോടതിയെ ഈ വിദ്യാർത്ഥി വേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കോൺഗ്രസ് സർക്കാരിനും അത്തരമൊരു അവസ്ഥ രാജ്യത്തില്ല. ഇതാണ് സാഹചര്യം. മറ്റ് BJP ഇതര സർക്കാരുകൾക്കുമില്ല. ഇപ്പോൾ തമിഴ്നാട് അടക്കം ഞാനതാണ് സൂചിപ്പിച്ചത്. ഇതൊരു ഗൗരവമായ സാഹചര്യമാണോ? ദേശീയ തലത്തിൽ നിൽക്കുന്നു, സംസ്ഥാന തലത്തിലും സമാനമായ ഒരു സാഹചര്യം, ഇത്തരം സമരങ്ങളോട് കാട്ടുന്ന സമീപനം വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ നമ്മുടെ P രാജീവ് ഇട്ടിട്ടുള്ള പോസ്റ്റിൽ ആ ഒരു ഇൻവേർട്ടഡ് കോമ ഒഴിവാക്കിയാലും വലിയ തെറ്റൊന്നുമില്ല. കാരണം കേരളം ഭരിക്കുന്നത് ഏതാണ്ട് BJP തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിൻ്റെ നടപടികളൊക്കെ തന്നെ കൃത്യമായി എടുത്തു നോക്കിയാൽ കാണാം. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അവിടെ ചെന്ന് അത്തരമൊരു പ്രകടനത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ മാർച്ചിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അന്ന് എങ്ങനെയാണ് അവിടെ നിന്നത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. പവൻ ഖേര അടക്കമുള്ള ആളുകൾ വലിയ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ഒരു വിളിക്കാത്ത കല്യാണത്തിൽ ചെന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് അവിടെ നിന്നിരുന്നത്. കൂടാതെ ആദ്യമായിട്ട് അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരേ ഒരു തവണ മാത്രമാണ് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനം നടത്തിയത്. ആ വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഞാനും കൂടി പോയി പങ്കെടുത്തിരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന ഇന്ത്യയിലെ പരീക്ഷാ നടത്തിപ്പുകൾ ഇത്തരത്തിൽ പ്രശ്നമാകുന്നതിനെക്കുറിച്ചോ BJPക്കെതിരെയോ എപ്പോഴെങ്കിലും ഒരു വളരെ കൃത്യമായും വ്യക്തവുമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് യഥാർത്ഥത്തിൽ കേരളവും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ ഈ പ്രശ്നമുണ്ടായി, തെലങ്കാനയിൽ സമരമുണ്ടായി. പക്ഷെ അവിടെയുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങളാണ് എടുത്തിരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. പക്ഷെ അങ്ങനെ എടുക്കാത്ത ഒരേ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരിപാടിക്ക് മഹാരാജാസ് കോളേജിലായിട്ടൊരു പരിപാടി നടത്താൻ വേണ്ടി അകത്ത് ഏതോ ഒരു പെട്ടി വണ്ടിയിൽ മൈക്കും കെട്ടിവെച്ച് വന്നതിനെതിരെ അപ്പം തന്നെ FIR ഇട്ട് നടപടിയെടുക്കുകയും അതിൻ്റെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേസെടുത്തത് വലിയ കാര്യമായിട്ടാണ് എന്നിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്ത് പെർമിഷൻ മേടിച്ചിട്ടാണ് ഇവർ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തത്? പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിചാരിച്ചിരുന്നത് എന്താണ്? അത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയാമല്ലോ. കാരണം ഈ പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും ഒഴികെ മറ്റാരോടും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എനിക്കോ അല്ലെങ്കിൽ ഇവർ ശരത്തിനോ ഉള്ള ഒരു വിശ്വാസം പോലെ തന്നെ ഉള്ള വിശ്വാസം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്നുള്ളത് നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഭരിക്കുന്നത് അദാനിയിലൂടെ BJP ആണോ BJPയിലൂടെ അദാനിയാണോ എന്ന് പറയുന്ന സംശയം മറ്റു പല കാര്യങ്ങളിലും നമുക്കുണ്ടായതാണ്. ഇപ്പോൾ ഇവിടെയും അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ അർത്ഥമാക്കേണ്ടതുള്ളൂ. അല്ലാതെ രാഷ്ട്രീയമായ ഒരു നിലപാട് പറയുന്ന ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരെയോ കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ 2.5 മാസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. റൈറ്റ്. ഞാൻ അവസാനമായി സുഭാഷ് ചന്ദ്രനോടുകൂടി ഒരു കാര്യം. ഇന്നലെ CJPയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. കപിൽ സിബൽ
സന്നിഹിതനായിരുന്നു. വലിയൊരു നിയമ പോരാട്ടത്തിന് അവർ രാജ്യത്തെ വിദ്യാർത്ഥികളോടും യുവജനതയോടും സംസാരിച്ചു. എവിടെയൊക്കെ വലിയ അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടോ അതെല്ലാം തന്നെ അവരുടെ സാക്ഷി എന്ന വെബ്സൈറ്റിലൂടെ അറിയിക്കുക. മറുഭാഗത്ത് SFI അതിശക്തമായി തന്നെ സമരരംഗത്ത് നിൽക്കുന്നു. വളരെ മികച്ച ഒരു കോർഡിനേഷൻ ഇരുവർക്കും ഈ സംഘടനകൾക്കിടയിലുണ്ട്. വളരെ വലിയ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിൻ്റെ ഉറപ്പുകളെ നൽകിയ ഉറപ്പുകൾ അതിൽ നിന്നെല്ലാം സർക്കാർ പിൻവാങ്ങുന്നു. പകരം സമരം നയിച്ചവരെ പിടികൂടാൻ, കെണിയൊരുക്കാൻ, അല്ലെങ്കിൽ അവരെ കള്ളക്കേസുകൾ കൊടുക്കാനോ അവരെ രാഷ്ട്രീയത്തിലേക്ക് പ്രതികാരം ചെയ്യാനോ ഒക്കെ കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന ഒരു ബോധ്യത്തിലേക്ക് ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി നേതാക്കൾ കൂടുതൽ മാറുകയാണോ? ശരത്, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് CJPയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. CJPയുടെ അവരുടെ വക്താക്കൾ തന്നെ ഇക്കാര്യം ഇന്ന് തന്നെ ഈ കേസുകളെല്ലാം പിൻവലിക്കണമെന്നുള്ള അന്ത്യശാസനം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിൻവലിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും, ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്ന് CJP വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ, അന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പല ചർച്ചകൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ഈ ഒരു സമരം കൊണ്ട്, ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു വിഡ്ഢികളായി കാത്തിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ യുവതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും സാധിക്കുകയില്ല. ഇനിയും നീണ്ട ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധിയായ വെല്ലുവിളികൾ വരും. അവർക്ക് അന്ന് ഞങ്ങൾ നൽകിയ ഉറപ്പ്, അഭിഭാഷകർ എന്ന രീതിയിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള നിയമസഹായം സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയുള്ള സഹായം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കപിൽ സിബലിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഒരു അഭിഭാഷകൻ 1 കോടി രൂപ അവർക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള നിരവധി പേർ, പ്രോഗ്രസീവായ സെക്യുലറായിട്ടുള്ള അഭിഭാഷകർ ഇവരുടെ കേസ് നടത്തുന്നതിന് വേണ്ടി മുന്നോട്ട് തയ്യാറായി വരും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ യുവതയെ, ഈ വിദ്യാർത്ഥികളെ നയിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ഇവർക്ക് പിന്തുണ നൽകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള സമീപനം എടുക്കാൻ വേണ്ടി ഇന്ത്യൻ സമൂഹം തയ്യാറാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ശരത്ത്, ശരി, വളരെ ശക്തമായിട്ടുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പ്, പ്രതിരോധം, ജനാധിപത്യപരമായ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പും പ്രതിരോധവും ജന്തർ മന്ദറിലെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വിജയം പോലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന, മികവാർന്ന ഒരു വലിയ പ്രതിരോധം തന്നെയാണ് ഇന്ന് ദില്ലി AKG ഭവനിൽ CPIM ആസ്ഥാനത്ത് കണ്ടത്. ഐഷി ഘോഷ് എന്ന രാജ്യം ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥി നേതാവിനെ കെണിയിൽപ്പെടുത്താനുള്ള ദില്ലി പോലീസിൻ്റെ നീക്കങ്ങളെ പൂർണ്ണമായും പ്രതിരോധിച്ചു. ആ നിലയിൽ അവിടേക്കെത്തിയ പാർലമെൻറ്റേറിയൻ രാജ്യസഭാംഗം CPIMൻ്റെ രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് MP ഇടപെടൽ ദില്ലി പോലീസിനെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. അതിശക്തമായി തന്നെ പോരാട്ട ഭൂമിയിൽ തുടരും എന്ന് ഐഷി ഘോഷ് അതിനുശേഷവും പറഞ്ഞു. അതായത് ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ദില്ലി പോലീസിനെതിരായിട്ടുള്ള വളരെ ഗൗരവമായ ഹർജി ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്ന നിലപാടിൽ തന്നെ അവർ നിൽക്കുന്നു. ആ നിലയ്ക്ക് പോരാട്ടം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഭയപ്പെടുത്തി പോരാട്ടത്തെ കീഴ്പ്പെടുത്താം എന്ന നിലയിലുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെ, മോദി സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ആ രീതിക്കെതിരായിട്ടുള്ള ഇന്ത്യൻ യുവത്വത്തിൻ്റെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ പുതിയൊരു ഏടാണ് ഇന്ന് കണ്ടത് എന്നതുകൂടി പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്.